This video is sponsored by Skyle. വർഷം 1971 ലിബർട്ടി സിറ്റി. ഒരാളെ കൊല്ലാനായിട്ട് ഒരു കൂട്ടം ആൾക്കാർ ഒരു സ്ഥലത്തേക്ക് ഇരച്ചു കയറുന്നു. പക്ഷേ കൊല്ലാൻ വന്നവരെല്ലാവരും ഓരോന്നോരോന്നായി മരിച്ചു വീഴുന്നു. ലിബർട്ടി സിറ്റി കണ്ട ഏറ്റവും വലിയ കൂട്ടം, അവിടുത്തെ ഏറ്റവും വലിയ ഡ്രഗ് കിങ് പിൻ സോണി ഫൊറല്ലി ലീഡ് ചെയ്യുന്നു. ഫൊറല്ലി ഫാമിലിയും പിന്നെ മറ്റാരൊക്കെയോ തമ്മിലായിരുന്നു. പക്ഷേ കൊല്ലാൻ വന്നവർക്ക് ഒരു കാര്യം അറിയില്ലായിരുന്നു. തൃശ്ശൂപേരൂരുകാരൻ ഐപ്പിന് കാട്ടാളൻ പൊറിഞ്ചു എന്ന പോലെ സോണി ഫൊറല്ലിക്ക് ഒരു വലങ്കയുണ്ടായിരുന്നു. സോണി ഫൊറല്ലിയുടെ തുറുപ്പ് ചീട്ട് ടോമി വേഴ്സിറ്റി. ലിബർട്ടി സിറ്റി പോലീസ് ക്രൈം സ്പോട്ടിലേക്ക് എത്തുമ്പോൾ കാണുന്ന കാഴ്ച, കൊല്ലാൻ വന്നവന്മാരെ എല്ലാവരെയും കൊന്നു. ചോര പുരണ്ട നീല ഹവായൻ ഷർട്ട് തട്ടിത്തൂത്ത് തോക്കുമായിട്ട് നിന്ന് സേർട്ട് വലിക്കുന്ന ഒരു 20 വയസ്സുകാരൻ പയ്യനെയാണ്. അവനെ അറസ്റ്റ് ചെയ്ത് അത് തുറുങ്കിലടയ്ക്കുമ്പോൾ അവൻ്റെ മേൽ ചാർജ് ചെയ്തിരുന്നത് 11 പേരെ നരഹത്യ ചെയ്തു കൊന്ന മേർഡർ കേസായിരുന്നു. ഇത് അവൻ്റെ കഥയാണ്. ലിബർട്ടി സിറ്റിയിൽ നിന്ന് ആ 20 വയസ്സുകാരൻ വൈസ് സിറ്റിയിലെ ഡ്രഗ് ലോഡായി മാറിയ കഥ. വെൽക്കം ബാക്ക് ടു ട്രിപ്പിൾ എ ഗെയിമിംഗ്, വേർ വി ഡോണ്ട് ഡൈ, വി ജസ്റ്റ് റീസ്പോൺ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വൈസ് സിറ്റി ഗെയിമിൻ്റെ ഫുൾ സ്റ്റോറി എക്സ്പ്ലനേഷനുമായിട്ടാണ്. സോ സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. 15 വർഷത്തെ കഠിന തടവിന് ശേഷം ടോമി റിലീസായപ്പോൾ തൻ്റെ ബോസായ സോണി ഫൊറല്ലിക്ക് ടോമിയെ മുൻനിർത്തി വേറെ പല ബിസിനസ് പ്ലാൻസും ഉണ്ടായിരുന്നു, വിച്ച് ഇൻക്ലൂഡഡ് എക്സ്പാൻഡിങ് ഹിസ് ഫാമിലി ബിസിനസ് ടു സൗത്ത്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു വലിയ ഡീൽ നടത്താൻ സോണി ഫൊറല്ലി തീരുമാനിക്കുന്നു. ഇതിൻ്റെ ഭാഗമായി ടോമിയെയും അദ്ദേഹത്തിൻ്റെ ലോയറായ കെൻ റോസൻബർഗിനെയും കൂട്ടി ഈ ഡ്രഗ് ഡീൽ നടത്താൻ ടോമിയെ വൈസ് സിറ്റിയിലേക്ക് പറഞ്ഞയക്കുന്നു. ബിക്കോസ് ഈ ഡ്രഗ് ഡീൽ യാഥാർത്ഥ്യമായാൽ വൈസ് സിറ്റിയുടെയും ലിബർട്ടി സിറ്റിയുടെയും ഒരേ ഒരു രാജാവായി സോണി ഫൊറല്ലിക്ക് മാറാൻ കഴിയുമായിരുന്നു. സോ ഈ ഡീലിൻ്റെ ഭാഗമായി വാൻസ് ക്രൈം ഫാമിലിയുമായി ഒരു ധാരണയിലെത്തിയതിന് ശേഷം അവർ ഒരു സ്ഥലത്ത് കണ്ടുമുട്ടി വാൻസ് ക്രൈം ഫാമിലിയിലെ സഹോദരങ്ങളായ വിക്ടർ ആൻഡ് ലാൻസ് വാൻസിൻ്റെ കയ്യിൽ നിന്ന് 100% ഗ്രേഡ് എ കൊളംബിയൻ ഡ്രഗ്സ് വാങ്ങാൻ തീരുമാനിക്കുന്നു. എന്നാൽ ദ ഡീൽ ഗെറ്റ്സ് ആംബഷ്ഡ്. അവിടെ മുന്നേ ഒളിച്ചിരുന്ന് കുറച്ചു പേർ ഡീൽ നടക്കുന്നതിന് തൊട്ട് മുമ്പ് ഒളിഞ്ഞിരുന്ന് അണാംഡ് ആയിട്ടുള്ള ടോമിക്കും അവിടെ നിന്നവർക്കുമെതിരെ വെടിയുതിർന്നു. ഈ വെടിവെപ്പിൽ വിക്ടർ വാൻസ് കൊല്ലപ്പെടുന്നു. ടോമിയും കെന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്നു. ഒപ്പം തൻ്റെ സഹോദരൻ കൺമുന്നിൽ മരിച്ചു വീണത് നിസ്സഹായനായി നോക്കി നിന്ന് ലാൻസിനും അവിടെ നിന്ന് രക്ഷപ്പെടേണ്ടി വരുന്നു. ടോമിക്ക് ഡ്രഗ്സും ഒപ്പം സോണി ഫൊറല്ലിയുടെ പണവും നഷ്ടമാകുന്നു. ആൻഡ് നൗ ഹി ഓസ് സോണി. ആൻഡ് ആരാണ് ഇതിന് പിന്നിൽ, എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്തത് എന്നൊക്കെ ടോമി കണ്ടുപിടിക്കുമെന്നും അവരെ എല്ലാവരെയും കൊന്നു തള്ളുമെന്നും സോണിക്ക് വാക്ക് കൊടുക്കുന്നു. അവിടെ നിന്നാണ് ഇതിൻ്റെ ആരംഭം. എ ടെയിൽ ഓഫ് റിവെഞ്ച്, ബിട്രയൽ ആൻഡ് പവർ. പണവും പവറും ഒന്നുമില്ലാതെ, പരിചയം പോലും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ടോമി ഈ നിഗൂഢതയുടെ നൂല് പിടിച്ചു പോകുന്നു. പക്ഷെ പണ്ട് ബിലാലിക്ക പറഞ്ഞതുപോലെ വൈസ് സിറ്റിയിൽ ഒരു സ്ഥലം തപ്പി ഇറങ്ങാമെന്ന് പറഞ്ഞാൽ അത് കടലിൽ ചൂണ്ടയിടുന്ന ഏർപ്പാടാണ്. നമ്മൾ ആരെ അന്വേഷിക്കുന്നോ അവൻ നമ്മളെ തേടി ഇങ്ങോട്ട് വരണം. അതിന് പക്ഷേ സീകള അയ്യോ അല്ലല്ല കേണല്ല. വക്കീൽ പറഞ്ഞത് കേട്ട് വാൻസ് ഫാമിലിയും ഫൊറല്ലി ഫാമിലിയും തമ്മിൽ ഈ ഡീല് സെറ്റ് ചെയ്യാൻ സഹായിച്ച ഒരു റിട്ടയർഡ് കേണൽ ഉണ്ടായിരുന്നു, യുവാൻ ഗാർസിയ കോട്ടസ്. വൈസ് സിറ്റിയിൽ അന്ന് അയാളുടെ എക്സ്പെൻസീവ് യാട്ടിൽ ഒരു പാർട്ടിയും നടക്കുന്നുണ്ടായിരുന്നു. വൈസ് സിറ്റിയിൽ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് പ്ലേയേഴ്സ് എല്ലാവരും അന്ന് അവിടെ വരുമെന്നും വക്കീലിന് അറിയാമായിരുന്നു. തനിക്ക് അതിൻ്റെ ഇൻവിറ്റേഷനും കിട്ടിയിരുന്നു. പക്ഷേ വക്കീൽ തനിക്ക് പകരം ടോമിയെ അവിടേക്ക് വിടും. ടോമിയെ കണ്ടതിന് ശേഷം ഇതിന് പിന്നിൽ ആരായാലും അയാളെ കണ്ടുപിടിക്കാൻ പൂർണ്ണ സഹായം തരാമെന്ന് കോട്ടസ് ടോമിക്ക് വാക്ക് കൊടുക്കുന്നു. ആൻഡ് കോട്ടസിൻ്റെ ഏക മകളായ മേഴ്സഡസിനെയും ടോമിക്ക് പരിചയപ്പെടുത്തുന്നു. വക്കീലും ടോമിയും തങ്ങളുടേതായ രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇതിൻ്റെ ഭാഗമായി മ്യൂസിക് പ്രൊഡ്യൂസറായ കെൻ പോളിനെയും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനായ ആവരി കാരിങ്ടണിനെയും വക്കീൽ ടോമിക്ക് പരിചയപ്പെടുത്തുന്നു. കാരണം പള്ളിയിലൂടെ വർഷപ്പെടുന്നത് സേവിയില്ലേ, ഏത് മുന്ന സേവിയ അവനിപ്പോ റിട്ടയർഡാ. പകരം അവൻ്റെ ഒരു അനിയനൊരു ആറാമ്പറം അവനും അവൻ്റെ കമ്പനികളും അറിയാതെ അവിടെ ഒരു പണിയിൽ നടക്കിയിരിക്കാം എന്ന് പറയും പോലെ ഇവർ വഴി എന്തെങ്കിലുമൊക്കെ തുമ്പുണ്ടാക്കി എടുക്കാമെന്ന് ടോമി വിശ്വസിക്കുന്നു. ആവരി കാരിങ്ടണിന് വേണ്ടി പല സഹായങ്ങളും ടോമി ചെയ്തു കൊടുക്കുന്നു. ഇതിനൊക്കെ ഇടയിലാണ് ടോമി ലാൻസിനെ പരിചയപ്പെടുന്നത്. തൻ്റെ സഹോദരൻ്റെ മരണത്തിന് പിന്നിലുള്ളവരെ കണ്ടുപിടിച്ച് കൊല്ലുക എന്ന ഒരേ ഒരു ലക്ഷ്യം മാത്രമായിരുന്നു ലാൻസിനുള്ളത്. ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവരൊരേ തൂവൽ പക്ഷികളായിരുന്നു.
അങ്ങനെ ഇവർ പരസ്പരം അവരുടെ വഴികളിൽ സഹായിക്കും, നല്ല സുഹൃത്തുക്കളാകും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോട്ടസ് ടോമിയെ ഒരു ഇമ്പോർട്ടൻറ്റ് മിഷൻ ഏൽപ്പിക്കുന്നത്. വൈസിറ്റിയിലെ തന്നെ ഒരു വലിയ ഡ്രഗ് ലോഡായ റിക്കാർഡോ ഡയസ് ഇവിടേക്ക് വരുമെന്നും ഒരു വലിയ ഡ്രഗ് ഡീൽ അവിടെ നടക്കുമെന്നും തൻ്റെ ഡീൽ കഴിയും വരെ തനിക്ക് സംരക്ഷണം വേണമെന്നും ഡയസ് കോട്ടസിനെ അറിയിച്ചിരുന്നു. ഈ സംരക്ഷണം ഏൽപ്പിക്കാനായിരുന്നു സാക്ഷാൽ ടോമിയെ കോട്ടസ് വിളിപ്പിച്ചത്. കോട്ടസ് പറഞ്ഞപടി ഡ്രഗ് ഡീലിൻ്റെ അവസാനം വരെയും ഹേഷ്യൻ ഗ്യാങ്ങുകളുടെ കയ്യിൽ നിന്ന് ഡയസിന് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ ടോമി സംരക്ഷിക്കുന്നു. ഇത് ഡയസിന് ടോമിയിൽ ഒരു വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കാൻ വളരെ സഹായിക്കുന്നു. ഇതിനുശേഷം ഡയസിൻ്റെ ഒരു വലം കൈയായി ടോമി മാറുന്നു. ഡയസിന് വേണ്ടിയും പല ജോലികൾ ടോമി ഏറ്റെടുത്ത് ചെയ്യുന്നു. ഇതേ സമയത്താണ് കേണൽ കോട്ടസ് ടോമിയെ ഷിപ്പിലേക്ക് വിളിക്കുന്നത് ആൻഡ് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയും ചെയ്യും. തൻ്റെ ലെഫ്റ്റനൻ്റ് ആയിരുന്ന ഗോൺസാലസ് തന്നെ ചതിക്കുകയായിരുന്നുവെന്നും ടോമിയുടെ ഡീൽ ആംബുഷ് ചെയ്തതിൽ അയാൾക്ക് പങ്കുണ്ടെന്നുമാണ് കോട്ടസ് പറയുന്നത്. കേട്ടപാതി ഗോൺസാലസിനെ ടോമി വീട്ടിൽ പോയി അവിടെ ഇട്ട് പണിയും. അതോടൊപ്പം തന്നെ തനിക്ക് ഡയസിനെയും സംശയമുണ്ടെന്നും ടോമിയുടെ ഡീൽ സാബോട്ടേജ് ചെയ്യുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് ഡയസ് ആണെന്നും ടോമിയോട് പറയുന്നു. ഈ വിവരം ടോമി ലാൻസിനെ അറിയിക്കുന്നു. എന്നിട്ട് തക്കം നോക്കി നിന്ന് നല്ല രീതിയിൽ പണി വയ്ക്കാന്ന് കരുതുമ്പം ലാൻസ് ചേട്ടനെ കൊന്നതിനുള്ള പ്രതികാരം ഒറ്റയ്ക്ക് വീട്ടാനായിട്ട് ഡയസിന്റെ വായിലോട്ട് ചെന്ന് കയറി കൊടുക്കും. സുഖമായി. ജങ്ക്യാർഡിലേക്ക് ഉടനെ ചെന്നില്ലെങ്കിൽ കൂട്ടുകാരൻ ലാൻസ് പടമാവുമെന്ന് ടോമി അറിയുന്നു. ഒരു 19 എണ്ണം തോക്കുമായിട്ട് നിൽക്കുന്നിടത്തേക്കാണ് ടോമി ഒറ്റയ്ക്ക് കയറി ചെല്ലാൻ പോകുന്നത്. അമ്മേ ഹീറോയിസ അല്ല, ഗെയിമിലും എന്തും ആവാമല്ലോ. ഗെയിം ആണെങ്കിൽ പോലും ഉണ്ടല്ലോ, ഞാൻ പാൻസർ അടിച്ചൊരു ടാങ്ക് കൊണ്ടായിരുന്നു എപ്പോഴും ലാൻസിനെ രക്ഷിക്കാൻ പോകുന്നത്. അല്ലാതെ അവന് ഭ്രാന്ത് ഒറ്റയ്ക്ക് എന്ന് കയറാൻ. പക്ഷെ ബുദ്ധി ഉപയോഗിച്ച് അങ്ങനെ ലാൻസിനെ രക്ഷിച്ച് അവനെ 10 തെറിയും വിളിച്ച് ഞങ്ങൾ ഒന്നിച്ച് മാൻഷനിലേക്ക് കയറി ചെല്ലുന്നു. എന്നിട്ടൊരു നീണ്ട ഷൂട്ടൗട്ടിന് ശേഷം ഡയസിൻ്റെ നെഞ്ചത്ത് കാലും വെച്ച് 2 ഡയലോഗും അടിച്ചിട്ട് അവനെ അവിടെ ഇട്ട് തീർത്തിട്ട് അവൻ്റെ സ്ഥാപനവും ജംഗമവും വസ്തുക്കളും ഉള്ളതെല്ലാം എഴുതിയെടുക്കും. എന്നിട്ട് ഇനി മുതൽ അത് വെർസിറ്റി എസ്റ്റേറ്റ് എന്നറിയപ്പെടണമെന്നും പറയും. യെസ്, ദാറ്റ് ഈസ് റോക്കീസ് KGF. സോറി, നമ്മൾ വിഷയത്തിൽ തെന്നി മാറുന്നു. ഇതേ സമയം മറ്റൊരിടത്ത് നമ്മൾ കോട്ടസിന് വേണ്ടി ഒരു ടാങ്ക് മോഷ്ടിച്ച് അങ്ങനെ ഗ്യാരേജിൽ കൊണ്ടിടും. അത് ഫ്രഞ്ച് മിലിറ്ററി പ്രോപ്പർട്ടി ആയിരുന്നു. ഇതും മോഷ്ടിച്ച് പുള്ളി വൈസിറ്റി വിടാൻ പ്ലാൻ ചെയ്യും. പക്ഷെ പുള്ളിയെ സേഫായിട്ട് ഒന്ന് അക്കരെ കഴിക്കാൻ ടോമിയുടെ സഹായം ചോദിക്കും. ടോമിച്ചായ ആശാനെ സേഫായിട്ട് നോക്കി പറഞ്ഞ വള്ളികളെല്ലാം പിടിച്ച് തീർത്ത് വിടും. പോവാൻ നേരം കോട്ടസ് മോളെ ഒന്ന് നോക്കിക്കോണേ എന്ന് ടോമിയോട് പറയും. അക്ഷരം പ്രതി ടോമി അതങ്ങോട്ട് കേൾക്കും. ടോമി നല്ലവണ്ണം അങ്ങ് നോക്കും. ഏത് അങ്ങനെ കോട്ടസിൻ്റെയും ഡയസിൻ്റെയും അഭാവത്തിൽ വൈസിറ്റിയിലെ അധോലോക രാജാക്കന്മാരായി ടോമിയും ലാൻസും അങ്ങോട്ട് വളരും. ടോമി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെർസിറ്റി ക്രൈം ഫാമിലി തന്നെ അവിടെ അങ്ങോട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യും. തൻ്റെ സാമ്രാജ്യം അവിടെ അങ്ങോട്ട് കെട്ടിപ്പടുക്കും. കൂടെ സോണി ഫെറലിയോട് പോയി പണി നോക്കാൻ പറയും. ഐലൻഡിലെ ഏറ്റവും വലിയ 2 ഗ്യാങ്ങുകളായ ക്യൂബൻസ് ആൻഡ് ഹേഷ്യൻസിൻ്റെ തലതൊട്ടപ്പന്മാരായ ഊംബെട്ടോ റോബിനെയും ആൻറ്റി പൗളേനയോടും സൗഹൃദം സ്ഥാപിച്ച് അവർക്ക് വേണ്ടിയും പല പ്രത്യുപകാരങ്ങളും ടോമി ചെയ്തു കൊടുക്കും. ഇതോടുകൂടി തന്നെ ഡ്രഗ് ബിസിനസ് ഊട്ടി ഉറപ്പിക്കുകയും ചെയ്യും. അങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ ദാണ്ട കിടക്കുന്നറ ഒരുത്തിന് ഈഗോ. ലാൻസിന് സ്വയമേ ഒരു ചിന്ത വരും, ടോമിയുടെ വെറും ഷാഡോ ആയി മാത്രം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന്. പക്ഷെ നമ്മുടെ ടോമി ചാൻ ലാൻസിനെ കണ്ടേക്കുന്നത് സ്വന്തം അനിയൻ പയ്യനെ കണക്കാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സോണി ഫെറലി അറിയണം തൻ്റെ കയ്യിൽ തൈയായിട്ടിരുന്ന ഒരുത്തൻ ഇന്ന് വൈസിറ്റിയിലെ ഡ്രഗ് ട്രേഡ് മൊത്തം കൈയടക്കി വച്ചേക്കുന്ന ഒരു വടവൃക്ഷമായി മാറിയ കാര്യം. ശരിക്കും ആ സമയമൊക്കെ ആയപ്പം ചെറുക്കൻ വൈസിറ്റിയിലെ ഒരേ ഒരു രാജാവായി മാറിയിരുന്നു. അപ്പോൾ സോണി എന്ത് ചെയ്ത് ടോമിയുടെ ബിസിനസ് നടക്കണ ഓരോ സ്ഥലത്തോട്ടും ആളെ അയച്ച് അവിടെ മൊത്തം അലമ്പുണ്ടാക്കി ടോമിയെ ഒന്ന് വരട്ടെ ആൻഡ് സെഞ്ചതി ആര് എന്നവ അറിയട്ടെ എന്നുള്ള ലൈൻ. പക്ഷെ ടോമി മാന്യനാണ്. എന്തിനാണ് നിങ്ങളെ പ്രശ്നം, നിങ്ങൾക്ക് എന്തിനാണ് വേണ്ടത് എന്ന് വിളിച്ചു ചോദിക്കും. സോണിയുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെറലി ഫാമിലിക്ക് ടോമിയുടെ കയ്യിൽ നിന്ന് പൈസ വേണം. നഷ്ടപ്പെട്ട ഡ്രഗ്സിൻ്റെയും പിന്നെ അന്ന് ടോമിക്ക് കൊടുത്ത പൈസ. അത് ന്യായം, കാരണം പോയ പൈസയ്ക്ക് സമാനം പറയണമല്ലോ. അങ്ങനെ പോട്ടുപുല്ല് ഇവിടം കൊണ്ടെല്ലാം തീരുമല്ലോ എന്നും കരുതി ഒരു 1 ടൈം സെറ്റിൽമെൻറ്റ് ഡീലിന് ടോമി റെഡിയാവും. $3 മില്യൺ സോണി ഫെറലിക്ക് നഷ്ടപരിഹാരമായി കൊടുത്തിട്ട് സ്നേഹത്തോടെ ഒരു ചിയേഴ്സും പറഞ്ഞ് പാട്ടും പാടി പിരിയാന്നുള്ള ലൈൻ. അങ്ങനെ തീരുമാനത്തിലേക്ക് ടോമി എത്തും. അങ്ങനെ ലിബർട്ടി സിറ്റിയിൽ നിന്ന് പടച്ചു കെട്ടി അങ്ങേര് ഇങ്ങോട്ട് വരും. പക്ഷെ പണം കൈമാറുന്നതിന് തൊട്ട് മുമ്പ് സോണി ഒരു കേസ് പറയും. പണ്ട് മറ്റേ 15 കൊല്ലം മുമ്പ് ഇൻട്രോ അതിനകത്ത് ടോമിയെ അകത്താക്കിയതിന് പിന്നിൽ സോണിയുടെ ഈ കറുത്ത കരങ്ങളാണെന്നുള്ളതിൻ്റെ കാര്യം. ഇതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നായാലും ടോമി തന്നെക്കാളും വളരുമെന്നുള്ള ചിന്തയായിരുന്നു പോലും. മണ്ടായി അങ്ങനെ ചെയ്തുകൊണ്ട് ടോമി വളർന്നതേ ഇല്ല. പക്ഷെ തീരുന്നില്ല. അപ്പോഴാണ്ടാ വേറൊരുത്തം മോഹം കൊണ്ടാൽ BGM ഇട്ടൊരു മാറ്റം മാറാം. ഓ കൺവിൻസിങ്, കട്ട കൺവിൻസിങ്.
ലാൻസ് ഒറ്റയടിക്ക് അങ്ങ് അപ്പുറം പോയിട്ട് ഡേയ് ഞാൻ നിന്നെ ഇത്രയും നാളും അടുത്ത് നിന്ന് വലിപ്പിക്കുമായിരുന്നു ടോമിയുടെ മുഖത്ത് നോക്കി പറയും. ഓ ശരിക്കും വൈസിറ്റിയിൽ സോണിയുടെ ചാരനായിരുന്നു ഈ വെള്ളയിട്ട തെണ്ടി. എന്നിട്ട് ഈ 3 മില്യൺ അല്ല, ശരിക്കും അവൻ്റെ കാശ് മൊത്തം മേലെ അവൻ്റെ ലോക്കർ റൂമിൽ സേഫ് ലോക്കർ ഇരിപ്പുണ്ടെന്നും പറയും. കാരണം എന്നെന്നും ടോമിയുടെ കീഴിൽ കഴിയാൻ അവൻ ഒക്കൂല പോലും. അവന് വാൻസ് ഫാമിലി തിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ ടോമിയുടെ സാമ്രാജ്യം മൊത്തം അവന് വേണം, അതായിരുന്നു അവൻ്റെ ആഗ്രഹം. അങ്ങനെ പണി കിട്ടി എന്ന് മനസ്സിലായി ടോമി ആ വേവിന് 2 ഒരു വലിയ ഷൂട്ടൗട്ടിന് ശേഷം പടമാക്കും. അപ്പോഴാണ് ആ ഉത്സവം തീർന്ന് കൊടിയിറങ്ങിയതിനു ശേഷം വക്കീൽ കുണച്ചുകുത്തി ഇങ്ങോട്ട് വരും. പുള്ളി എന്നിട്ട് അവിടെ എല്ലാം ടോമിയുടെ ഡെഡ് ബോഡി നോക്കും. അപ്പം ടോമി ചായൻ തന്നെ വിളിക്കും, ഡേയ് ഞാൻ ചത്തിട്ടില്ല, അവന്മാരാണ് ചത്തത്, ഇനി നമുക്ക് ആരെയും പേടിക്കണ്ട, ഇവിടുത്തെ ഒരേ ഒരു രാജാവിന് ഞാനാണ്, ഇനി ആരും ചോദിക്കാൻ വരില്ലെന്ന്. അങ്ങനെ ആ എപ്പിക് ഗെയിം അവിടെ അവസാനിക്കും. പറയാതിരിക്കാൻ വയ്യ, ഇത്രയും ഞാൻ കളിച്ചു തീർത്തിട്ടുള്ള വേറെ ഒരു ഗെയിം കാണൂല. എത്ര വട്ടം കളിച്ചാലും മടുക്കൂല. ഈ ഗെയിമിൽ എവിടെയൊക്കെയോ നമ്മുടെ എല്ലാവരെയും കുട്ടിക്കാലമുണ്ട്. സ്കൂൾ കഴിഞ്ഞ് ഓടി വന്ന് കുളിച്ച് റെഡിയായി അച്ഛനും അമ്മയും ജോലി കഴിഞ്ഞ് വരുന്നതിന് മുന്നേ ആദ്യം പോയി സിസ്റ്റം ഓൺ ചെയ്ത് കളിക്കാൻ തുടങ്ങും. ചിലപ്പോൾ ഒരു ദിവസം കഷ്ടിച്ചൊരു മിഷനൊക്കെ ആയിരിക്കും തീർക്കാൻ പറ്റുന്നത്, പക്ഷേ അതിനും അതിൻ്റേതായിട്ടുള്ളൊരു സുഖം ഉണ്ടായിരുന്നു. ഓരോ മിഷനായിട്ട് കളിച്ച് ഏതെങ്കിലും ഒരു മിഷനിൽ തങ്ങി നിന്ന് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ക്ലാസ്സിൽ പോയി ഒരു റൗണ്ട് ഇതൊക്കെ തീർത്തിട്ടിരിക്കുന്ന ടീമുകളോട് ടിപ്സ് ചോദിച്ച് അങ്ങനെ ഗെയിം കളിച്ച ആ ഒരു കാലത്തിൻ്റെ മറക്കാൻ കഴിയാത്ത ഒരു ഓർമ്മയാണ് വൈസ് സിറ്റി. ദിസ് ഗെയിം മെയ്ഡ് മോസ്റ്റ് ഓഫ് ആർ ചൈൽഡ്ഹുഡ് ഓസം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, കോമെൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ ആൻഡ് ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കും. സോ മറക്കണ്ട, ഞാൻ ഇവിടെ തന്നെ കാണും. വി ആർ ഗെയിമേഴ്സ്, നമ്മൾ ചാവൂലല്ലോ, വി ജസ്റ്റ് റീസ്പോൺ. കുറഞ്ഞ ഫീസിൽ നെറ്റ് JRF എന്ന സ്വപ്നം നേടിയെടുക്കാൻ ഒരു സുവർണ അവസരം. എക്സ്പേർട്ട് മെൻറ്റേഴ്സിൻ്റെ സഹായത്തോടു കൂടി ക്വാളിറ്റി കോച്ചിങ് ആണ് സ്കൈൽ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങളുടെ നെറ്റ് JRF എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കോൺടാക്ട് സ്കൈൽ ഓൺ 8547262962.